പെക്സൺ എന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിയാണ്. ശരിക്കും പെക്സൺ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന പെക്സനാണ്. പക്ഷേ ഇത് 61-ാം ഡിവിഷനില്ല, ഏതോ ഒരു വ്യക്തി വന്നിട്ടാണ് ഈ 63-ാം ഡിവിഷനിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വിവാഹിതനാണ്, മക്കളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒറിജിനൽ പെക്സൺ വിവാഹിതനല്ല, അതേ ഷിപ്പിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ഈ UDF-ൻ്റെയും BJP-യുടെയും ബൂത്ത് ഏജന്റുമാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ട് ഇപ്പോൾ പള്ളുരുത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സ്റ്റേഷനിലേക്ക് പോകും. അപ്പോൾ നമുക്കിപ്പം അറിയാൻ കഴിയും UDF-ൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒറിജിനൽ പെക്സൺ ഷിപ്പിൽ ജോലിയാണ്, വിദേശത്ത് ജോലിയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, അതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥ പെക്സന് പിന്നെ സ്ഥലത്തില്ലാത്ത ആളെ വെച്ചിട്ടാണ് ഏതോ ഒരു പാർട്ടിയുടെ ആളുകൾ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയെന്ന് UDF-ൻ്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ BJP-യുടെ ആളുകളും ആരോപിക്കുന്നുണ്ട്. എന്തായാലും പ്രതികളെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ ബൂത്തിലെ ഏജന്റ് ആയിരുന്നല്ലോ, താങ്കൾ ഏത് പാർട്ടിയുടെ ഏജന്റാണ്? ഞാൻ BJP-യുടെ. എന്താണ് ഇവിടെ ഇത് നമ്പ്യാപുരം 63-ാം ഡിവിഷന്റെ ഇവിടെ എന്തായിരുന്നു സംഭവം? പുള്ളി ഈ ചക്കാലക്കൽ പെക്സൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വോട്ടായിട്ടാണ് വന്നത്. പക്ഷേ ID പ്രൂഫ് കറക്റ്റാണ്. പക്ഷേ പുള്ളി വന്ന ആള് ചക്കാലക്കൽ പെക്സൺ അല്ല, പെക്സൺ എൻ്റെ കൂട്ടുകാരനാണ്. അതായത് ഈ ഒറിജിനൽ വോട്ടർ ID എന്ന് പറയുന്നത് താങ്കളുടെ സുഹൃത്താണ്? സുഹൃത്താണ്. ഈ വന്നേക്കുന്ന ആൾ എനിക്ക് അറിയാവുന്ന ആളല്ല, പെക്സൺ അല്ല. അദ്ദേഹം ഈ പള്ളുരുത്തി കോണം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എവിടെയായിട്ട് ഉള്ളതാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കണത്. ഓക്കെ, ഇത് എങ്ങനെയാണ് താങ്കൾ ഇത് കണ്ടുപിടിച്ചത്? എങ്ങനെയാണ് ഇത്? ഈ 348 എന്ന നമ്പർ എൻ്റെ കൂട്ടുകാരൻ്റെ ഇതാണ്. ഞാൻ ഇരിക്കുന്ന ഈ പോളിംഗ് ബൂത്തിലായ കാരണം കൊണ്ട് എനിക്ക് ആ വ്യക്തിനെ കറക്റ്റായിട്ട് അറിയാം. താങ്കൾ ഈ 2-ാം നമ്പർ ബൂത്തിൽ തന്നെ താമസക്കാരൻ? എനിക്കത് കാരണം ആ പുള്ളിനെ കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ ഇരുന്നപ്പോൾ ഇയാളുടെ പേരും പറഞ്ഞുകൊണ്ട് വന്ന ആളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് വന്നേക്കണ പെക്സൺ അല്ല, പെക്സൺ വിദേശത്ത് കപ്പൽ ജോലിക്കാരനാണ്. ഒറിജിനൽ വോട്ടർ കപ്പൽ ജോലിക്കാരനാണ്. അയാളില്ല, ഒരു 8-9 മാസമായിട്ട് പുള്ളിക്കാരൻ സ്ഥലത്തില്ല. ഓക്കെ, അപ്പം എന്നിട്ട് ഈ വന്ന ആള് വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. വോട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ അയാൾ പറഞ്ഞു നടക്കണ ഇതിൻ്റെ ഇടയിൽ കയറി വോട്ടിങ് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അസാധുവാകണത് ചെയ്യാന്നാണ് ഓഫീസർ പറഞ്ഞേക്കണം. അതിനെന്തോ വേറെ എന്തോ നടപടിക്രമങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ശേഷം താങ്കൾ എന്താണ് ചെയ്തത്? ഇതിനുശേഷം ഞാനിങ്ങനെ പറഞ്ഞ് തർക്കിച്ച് അയാളെ മാറ്റിയിരുത്തുകയാണ് ഉണ്ടായത്. അവിടെ തന്നെ ബാക്കിയുള്ള പോലീസുകാരും ബാക്കിയുള്ള ആൾക്കാരും കൂടെ വന്നിട്ട് അയാളെ പിടിച്ചവിടെ ഇരുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പാർട്ടിക്കാരാണ് ഈ ഇതിനെ ചലഞ്ച് ചെയ്ത? ഏതൊക്കെ പാർട്ടിക്കാർ? കോൺഗ്രസ്സുകാർ പറഞ്ഞു, അവര് നമ്മളോട് പറഞ്ഞ് പുള്ളിക്കാരൻ അറിയാം. ഉമ്മാത്തറ ഷാജി എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അവിടെ ഇരുന്ന. പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളി പെക്സൺ അതല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. ബാക്കിയുള്ളവരൊന്നും മിണ്ടല്ല. അവരൊന്നും മിണ്ടുന്നില്ല. ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യാൻ വന്നേക്കുന്നത് നമുക്കറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിപ്പം നിങ്ങൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരെല്ലാം തടഞ്ഞു വെക്കുകയും ഇപ്പം പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തത്. ഇതാണ് ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ. ഓക്കെ, പള്ളുരുത്തി നമ്പ്യാപുരം 63-ാം ഡിവിഷനിൽ നടന്ന ഒരു സംഭവമാണ്. വോട്ട് ചെയ്യാനെത്തി ആൾമാറാട്ടം നടത്തിയ വ്യക്തി പെക്സൺ എന്നാണ് ക്രമ നമ്പർ 348 പെക്സൺ എന്ന ആൾ യഥാർത്ഥത്തിൽ വിദേശത്താണ്. അദ്ദേഹം ഷിപ്പിലാണ്. അദ്ദേഹം ഈ പറയുന്ന ഈ ബൂത്തിലെ ഏജൻ്റായിട്ടുള്ള ആളുടെയും സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയിട്ടില്ല. ഇവിടെ പള്ളുരുത്തിക്ക് അടുത്തുള്ള കോണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വന്ന ഒരു പെക്സൺ എന്ന മറ്റൊരാളാണ് ആൾമാറാട്ടം നടത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വോട്ടിന് കോൺഗ്രസും അതുപോലെ തന്നെ BJP-യുടെ ബൂത്ത് ഏജന്റുമാരും ഇതിനെ തടഞ്ഞു വെക്കുകയും എന്നാൽ ഇത് വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് BJP-യും കോൺഗ്രസും ബന്ധപ്പെട്ട അധിക റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സദര നടപടികൾ സ്വീകരിക്കുകയും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത്
പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടിട്ടുള്ളതാവുന്നു. അപ്പോൾ ഈ പള്ളുരുത്തി 63-ാം ഡിവിഷൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ ഷീബ പടിപ്പുരയ്ക്കൽ. ഇവിടെ ഒരു കള്ളവോട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായില്ല, എന്താണ് അതിനകത്ത് സംഭവം ഉണ്ടായത്? അത് രാവിലെ 7:30 മണിക്ക് തുടങ്ങിയതാണ്. 7-7:30 മണിക്ക് തുടങ്ങിയതാണ്. ഓരോ വോട്ടേഴ്സിനെ, അതായത് ഇവർ 5 വർഷം കൂടുമ്പോഴുള്ള ഇവരുടെ സമ്മതിദാനാവകാശം ഇവരുടെ രേഖപ്പെടുത്താൻ വേണ്ടി വരുവാണ്. അപ്പോൾ ഇവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് പുറത്തു നിന്ന് ഓരോരുത്തരെ അകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ കർമ്മസേനയിലെ 2 ലേഡീസ് വന്നിട്ട് അവരും ഇവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇന്ന ആൾക്ക് ചെയ്യണം, ഇന്ന ബൂത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെയും കൊണ്ടും നടക്കുന്ന അവസ്ഥ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എന്താണ് ഒരു നാദനില കളരി പോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയും അവരിവരെ പുറത്താക്കുകയും ചെയ്തു. ഒരാൾ ഇവിടെ നിൽക്കേണ്ട, വോട്ട് ചെയ്തവർ പുറത്തേക്ക് പോവുക, ഇവരെയും പുറത്താക്കി, ഈ ഹരിതകർമ്മസേനയിലുള്ളവരെയും പുറത്താക്കി. ശേഷം ഒരു 3 മണി 3:30 വരെയും ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന, അതായത് 7:30 മുതൽ 9:30 വരെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇവിടെ ക്യാൻവാസിങ് ഉണ്ടായിരുന്നു. ശേഷം ഇവർ ഈ പോലീസുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ 3:30-4 മണി വരെയും പോയി. ശേഷം ഇവിടെ പോലീസുകാരെല്ലാവരും പോയ ശേഷം ഞാൻ ACP സാറിനെ വിളിച്ചു, മനോജ് കുമാർ സാറിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു, പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ SA വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, സാറേ എനിക്കിവിടെ നല്ല വിശ്വാസമുണ്ട് ഇവിടെ കള്ളവോട്ട് നടക്കും. കാരണം അതുപോലെയാണ് രാവിലെ നടന്നത്. ഇവിടെ ആരുമില്ല, വണ്ടികളൊക്കെ അകത്തേക്ക് കയറ്റിയിടുന്നു, ഓരോരുത്തരെ ക്യാൻവാസ് ചെയ്യും, ഉറപ്പാണ് കള്ളവോട്ട് നടക്കുമെന്നുള്ളതിൻ്റെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു വണ്ടി പോലീസ് വന്നു. ഒരു വണ്ടി പോലീസ് വന്നിട്ട് ഒരു 15 മിനിറ്റ് അവർ അവിടെ ഇവിടെ ആയിട്ട് നിന്നു. ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് പോവുകയും ഒരു 5 മിനിറ്റിനുള്ളിൽ കള്ളവോട്ട് നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിനകത്ത് പിന്നെ UDFന്റെ ബൂത്ത് ഏജന്റ് പരാതി നൽകിയിട്ടുണ്ടല്ലോ. പരാതി നൽകിയിട്ടുണ്ട്. ഞാനും ബൂത്ത് ഏജന്റും കൂടിയായിട്ടാണ് പരാതി നൽകിയത്. ഇനിയിപ്പോൾ നമ്മൾ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കും.